Hi guys, pettu guys. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ കർത്താവ് അവസ്ഥയതല്ലേ. അതെ, നട്ട് റോട്ടിൽ വെച്ചിട്ട് വണ്ടി പഞ്ചറായി. നമ്മൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വന്നു, പറഞ്ഞാൽ ഇതാണ് സാറേ അവസ്ഥ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. നമ്മുടെ ടയറൊക്കെ ഒരു ആൾക്കാർ വന്നിട്ട് ഊരിക്കൊണ്ട് പോയി കേട്ടോ. ഇനി അത് നന്നാക്കിക്കൊണ്ട് വരണം. അപ്പോൾ നമ്മളവിടെ ഫുള്ള് പോസ്റ്റാണ്, പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സിയോച്ചേട്ടൻ്റെ മുമ്പിന് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് എവിടേക്കെങ്കിലും ഒന്ന് ജസ്റ്റ് മാറിക്കളാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് കത്താരയിലേക്ക് പോയി കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ. ഇവരിവിടെ പെട്ട് കഴിച്ച്, ഇവരിവിടെ പെട്ട്. അപ്പോൾ ടാറ്റാ ബബായ് ഇതൊക്കെ. ബൈ. എന്തായാലും ചെയ്യുക, പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണി കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞങ്ങൾ അവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് ആവട്ടെ വന്നേ. കത്താരയിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ ആകുമ്പം ഔട്ട്ഡോർ AC ഒക്കെ ഉണ്ട്. അങ്ങനെ AC ഒക്കെ കൊണ്ടിരിക്കാമല്ലോ. കുറച്ച് നേരം ഞങ്ങൾ ദേ ഇവിടെ തിരിഞ്ഞ് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ വീണ്ടും വയലൻ്റ് ആയി തുടങ്ങി. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ദേ അവിടെ ബഗ്ഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബഗ്ഗിയിൽ കയറിയിട്ട് ആളോട് പറഞ്ഞു ഞങ്ങളെ കരക്കൻ പൊറോത്തയുടെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ, ചെറുതായിട്ട് ലൈറ്റായിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ബഗ്ഗിയിൽ കയറി പോട്ടോ. ബഗ്ഗി കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അവനെ. ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു അവൻ. അതുപോലെ തന്നെ എന്താ പറയുക, പുള്ളിക്കാരൻ ഞങ്ങളെ മൊത്തം കത്താരി ഒന്ന് കറക്കി കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ഫുൾ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഞാൻ നിങ്ങളെ വിടാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുൾ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്ന് ഇവർക്ക് ചെറിയ രീതിയിലൊരു സ്നാക്സൊക്കെ വാങ്ങിച്ചെടുത്തു. ഞങ്ങൾ അവരുടെ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. നമ്മളവിടെ നിന്ന് കത്തിയൊക്കെ അടിച്ച് കുറച്ച് നേരത്തേക്കും അവരുടെ കോൾ വന്നു, വരാൻ പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾ പോട്ടെ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.